റഷ്യ യുക്രൈൻ യുദ്ധരംഗത്ത് നിന്ന് അതീവ നിർണായകവും ഭൗമരാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുക്രൈന്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗത്തിലെ അതിശക്തനായ ഉദ്യോഗസ്ഥൻ കേണൽ റുസ്തം ഫക്രീവ് കൊല്ലപ്പെട്ടതായി റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. തങ്ങളുടെ സുരക്ഷാ ഏജൻസികൾക്കും സൈന്യത്തിനും ലഭിച്ച ഏറ്റവും വലിയ ഇന്റലിജൻസ് സൈനിക വിജയമായാണ് മോസ്കോ ഈ സംഭവത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. റഷ്യയുടെ ഈ അവകാശവാദം യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്നാണ് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം കേണൽ റുസ്തം ഫക്രീവ് കേവലം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നില്ല. റഷ്യൻ നിയന്ത്രണത്തിലുള്ള തന്ത്രപ്രധാന മേഖലയായ ക്രൈമിയയിൽ സമീപകാലത്തുണ്ടായ വൻ ഭീകരാക്രമണങ്ങളുടെയും അട്ടിമറി നീക്കങ്ങളുടെയും പ്രധാന സൂത്രധാരനാണ് അദ്ദേഹമെന്നാണ് മോസ്കോ അവകാശപ്പെടുന്നത്. ഇതിനു പുറമെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥനെ വധിക്കാൻ ആസൂത്രണം ചെയ്തതും ഫക്രീവിന്റെ നേതൃത്വത്തിലാണെന്ന് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികൾ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യൻ ഹിറ്റ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ ഈ വിഷയത്തിൽ യുക്രൈൻ ഭരണകൂടമോ കീവിലെ സൈനിക നേതൃത്വമോ ഇതുവരെ ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. തങ്ങളുടെ പ്രമുഖ കമാൻഡർമാരുടെ മരണ വാർത്തകൾ തന്ത്രപരമായ കാരണങ്ങളാൽ യുക്രൈൻ പലപ്പോഴും ഉടനടി പുറത്തുവിടാറില്ല എന്നതും ശ്രദ്ധേയമാണ്. റഷ്യയുടേത് വെറുമൊരു പ്രചാരണം മാത്രമാണോ, അതോ യുക്രൈൻ ഇന്റലിജൻസ് വിഭാഗത്തിന് യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു പ്രഹരമേറ്റിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിലെ കൃത്യമായ ചിത്രം വ്യക്തമാകും. എങ്കിൽ പോലും റഷ്യയുടെ ഈ പരസ്യ പ്രഖ്യാപനം യുക്രൈൻ ക്യാമ്പുകളിൽ വലിയ ഉത്കണ്ഠ സൃഷ്ടിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഈ വമ്പൻ പ്രഖ്യാപനം വരുന്നത് ക്രൈമിയൻ ഉപദ്വീപിൽ യുക്രൈൻ തങ്ങളുടെ ആക്രമണങ്ങൾ ചരിത്രത്തിലില്ലാത്ത വിധം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി യുക്രൈൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോണുകളും പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ദീർഘദൂര മിസൈലുകളും ഉപയോഗിച്ച് ക്രൈമിയയിലെ റഷ്യൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് കടുത്ത പ്രഹരങ്ങളാണ് ഏൽപ്പിക്കുന്നത്. ഈ ആക്രമണങ്ങൾ റഷ്യയുടെ പ്രതിരോധ കോട്ടകളെ പലയിടത്തും തകർത്തിട്ടുണ്ട്. യുക്രൈന്റെ തുടർച്ചയായ മിസൈൽ ഡ്രോൺ വർഷത്തെ തുടർന്ന് ക്രൈമിയൻ ഉപദ്വീപിലാകെ നിലവിൽ റഷ്യൻ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി കടുത്ത നിയന്ത്രണങ്ങളാണ് റഷ്യൻ സൈന്യം മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധം തുടങ്ങി ഇത്രയും നാളായിട്ടും ക്രൈമിയയെ പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ തങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വലിയ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ആക്രമണങ്ങളെ തുടർന്ന് ക്രൈമിയയിലുടനീളം വ്യാപകമായ വൈദ്യുതി തടസ്സമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. യുക്രൈന്റെ പ്രധാന ലക്ഷ്യം ക്രൈമിയയിലെ ഊർജ്ജ നിലയങ്ങളും സപ്ലൈ ലൈനുകളുമായിരുന്നു. വൈദ്യുതി ഇല്ലാതായതോടെ ജനജീവിതം പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലാണ്. നഗരങ്ങളിലെ വാണിജ്യ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ റഷ്യൻ എഞ്ചിനീയർമാർ കഠിനമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ തുടരുകയാണ്. ഗതാഗത സംവിധാനങ്ങളിൽ ഉണ്ടായ വലിയ തകർച്ചയാണ് ക്രൈമിയ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധി. റഷ്യയെയും ക്രൈമിയയെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ പാലങ്ങൾക്കും റെയിൽവേ ലൈനുകൾക്കും നേരെ ആക്രമണ ഭീഷണിയുള്ളതിനാൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയോ കടുത്ത പരിശോധനകൾക്ക് വിധേയമാക്കുകയോ ചെയ്തിട്ടുണ്ട്. സൈനിക ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ എത്തിക്കുന്ന പാതകൾ തടസ്സപ്പെടുത്തുക വഴി റഷ്യൻ സൈന്യത്തിന്റെ വീര്യം കെടുത്തുകയെന്ന യുക്രൈന്റെ തന്ത്രമാണ് ഇവിടെ വിജയം കാണുന്നത്. ഉപദ്വീപിലുടനീളം സുരക്ഷാ ക്രമീകരണങ്ങൾ റഷ്യൻ സൈന്യം പരമാവധി ഉയർത്തിയിട്ടുണ്ട്. തെരുവുകളിലും പ്രധാന ജംഗ്ഷനുകളിലും റഷ്യൻ കമാൻഡുകളെ വിന്യസിച്ചിരിക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ S-400 മിസൈലുകൾ ക്രൈമിയയിൽ കൂടുതൽ ശക്തമാക്കാൻ മോസ്കോ ഉത്തരവിട്ടിട്ടുണ്ട്. റഷ്യൻ പ്രദേശത്തിനുള്ളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്താൻ സഹായിക്കുന്ന ആഭ്യന്തര ചാരന്മാരെ കണ്ടെത്താനുള്ള വ്യാപകമായ തിരച്ചിലും ഇന്റലിജൻസ് ഏജൻസികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേണൽ റുസ്തം ഫക്രീവിന്റെ മരണം റഷ്യ വലിയൊരു വിജയമായി ആഘോഷിക്കുമ്പോൾ അത് യുക്രൈൻ ഇന്റലിജൻസ് ശൃംഖലയെ തകർക്കാനുള്ള റഷ്യൻ തന്ത്രത്തിന്റെ ഭാഗമാണ്. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കയറി ആക്രമണം നടത്തുന്ന ആരെയും വെച്ചുപൊറുപ്പിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ പുടിൻ നൽകുന്നത്. ഫക്രീവിനെ പോലൊരു ഉന്നത ഉദ്യോഗസ്ഥനെ വധിക്കാൻ സാധിച്ചത് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസിയായ FSBയുടെ വലിയൊരു നേട്ടമായി റഷ്യൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. എന്നാൽ കേണലിന്റെ വധത്തിന് പകരമായി യുക്രൈൻ റഷ്യൻ കേന്ദ്രങ്ങൾക്ക് നേരെ കൂടുതൽ ശക്തമായ പ്രത്യാക്രമണങ്ങൾക്ക് മുതിരുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ക്രൈമിയ തിരിച്ചുപിടിക്കുക എന്നത് തങ്ങളുടെ പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രമുഖ ഉദ്യോഗസ്ഥരുടെ വധം യുക്രൈൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യം കൂട്ടാനേ ഉപകരിക്കൂ എന്ന വാദവും ശക്തമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്റലിജൻസ് പോരാട്ടങ്ങൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഇരു രാജ്യങ്ങളും പരസ്പരം ഉന്നത ഉദ്യോഗസ്ഥരെയും കമാൻഡർമാരെയും ലക്ഷ്യമിട്ട് ബ്ലാക്ക് ഓപ്പറേഷനുകൾ നടത്തുന്നത് പതിവാണ്. ഈ സൈനിക രഹസ്യപ്പോരിലെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കേണൽ റുസ്തം
ഫക്രി, യുക്രൈന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ യുദ്ധത്തിന്റെ തീവ്രത. ഈ സംഭവ വികാസങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. യുക്രൈൻ ക്രൈമിയയിൽ ആക്രമണം കടുപ്പിക്കുന്നതും റഷ്യ കടുത്ത പ്രതികാര നടപടികളിലേക്ക് നീങ്ങുന്നതും യുദ്ധം യൂറോപ്പിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാൻ കാരണമായേക്കുമെന്ന് നാറ്റോ ഭയപ്പെടുന്നു. തങ്ങൾ നൽകുന്ന ആയുധങ്ങൾ റഷ്യൻ ഭൂപ്രദേശങ്ങൾ ആക്രമിക്കാൻ ഉപയോഗിക്കരുതെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിബന്ധനകൾ യുക്രൈൻ ലംഘിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ക്രൈമിയൻ മേഖലയിലെ അസ്ഥിരത കരിങ്കടൽ വഴിയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ബാധിച്ചേക്കാം. ധാന്യ കയറ്റുമതി ഉൾപ്പെടെയുള്ള ആഗോള വ്യാപാര പാതകൾ വീണ്ടും അടഞ്ഞു പോകാനുള്ള സാധ്യത നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ഇത് ലോകമെമ്പാടും വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിക്കും ഭക്ഷ്യവിലക്കയറ്റത്തിനും കാരണമായേക്കാം. കേണൽ റുസ്തം ഫക്രീവിന്റെ മരണവാർത്തയും ക്രൈമിയയിലെ നിലവിലെ അടിയന്തരാവസ്ഥയും റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ ക്രൂരവും സങ്കീർണവുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. റഷ്യ തങ്ങളുടെ സൈനിക മേധാവിത്വം തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ യുക്രൈൻ കൂടുതൽ ഡ്രോണുകളും മിസൈലുകളുമായി ക്രൈമിയയെ അശാന്തമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇരുപക്ഷത്തു നിന്നും കൂടുതൽ വലിയ സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ലോകം മുഴുവൻ ഈ യുദ്ധഭൂമിയിലെ ഓരോ ചലനങ്ങളെയും അതീവ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത്.